നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് നമുക്ക് ഒരു ഭാഗം വായിക്കാം. യെശയ്യാവ് 53:3 മുതൽ 8 വരെ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചുമിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണരുകൾ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് അവൻ ഛേദിക്കപ്പെട്ടു എന്നും എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ വിചാരിച്ചു. 12-ാം വാക്യത്തിൻ്റെ ഏറ്റവും അവസാനം ഇങ്ങനെ പറയുന്നു: അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളയുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ടും അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യുകയാൽ തന്നെ. യേശു കർത്താവ് മാനവരാശിയുടെ വിമോചകനാകുന്നു, രക്ഷകനാകുന്നു. അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ മനുഷ്യർ ക്രൂശിച്ച് കൊന്നു, അത് നമുക്കറിയാം. അത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാകുന്നു എന്നും നമുക്കറിയാം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പിനായിട്ട് കാൽവറി ക്രൂശിൽ ജീവയാഗമായി അർപ്പിച്ചതായ ആ നാളുകളെ അതിൻ്റെ ഓർമ്മ പെരുന്നാളായിട്ട് ഇന്ന് നാം ആഘോഷിക്കുകയാണ്, നാം ആചരിക്കുകയാണ്. ഈ ഒരാഴ്ചക്കാലം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മാനവരാശിക്ക് വേണ്ടി നിർവഹിച്ചതായ മഹത്യാഗത്തെക്കുറിച്ച് നാം ധ്യാനിക്കുന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി ജീവയാഗമായി അർപ്പിച്ചു. അതാണ് നമ്മുടെ ധ്യാന വിഷയം. മനുഷ്യൻ്റെ പാപം മുഖാന്തരമാണ് യേശു കർത്താവ് കാൽവറിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആദിയിൽ സൃഷ്ടിയുടെ നാളുകളിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഏദൻ്റെ എല്ലാവിധമായുള്ള ശ്രേഷ്ഠതകളും അനുഭവിച്ച് ജീവിക്കുവാനായിട്ട്, ഏദൻ്റെ സൗഭാഗ്യത്തിൽ ദൈവത്തോടുകൂടെ വാസം ചെയ്യുവാനായിട്ട് ദൈവം മനുഷ്യനെ നിയമിക്കുകയുണ്ടായി. എന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ കൽപ്പനയെ അവഗണിച്ചു. ദൈവത്തിൻ്റെ കൽപ്പന തെറ്റാണ് എന്നവൻ ചിന്തിച്ചു. അത് തന്നെയുമല്ല, അവൻ സാത്താൻ്റെ കൽപ്പനകളെ, സാത്താൻ്റെ വചനങ്ങളെ ശരി ആണ് എന്ന് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും സാത്താനോട് ഒപ്പം ചേർന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുവാൻ പ്രവർത്തിക്കുകയും സാത്താനോടൊപ്പം സംഘം ചേരുകയും ചെയ്തു എന്നതാണ് മനുഷ്യൻ്റെ കുറ്റം. അത് മുഖാന്തരം അവൻ പാപിയായി തീർന്നു. ആകയാൽ വഞ്ചകനായ സാത്താൻ്റെ ബന്ധനത്തിൽ അവൻ അകപ്പെട്ടു. വഞ്ചകനായ സാത്താൻ്റെ കെണിയിൽ അവൻ കുടുങ്ങി. ഏദൻ അവന് നഷ്ടമായി തീർന്നു. ഏദനിൽ നിന്ന് ദൈവം അവനെ പുറത്താക്കി. അവൻ മരണത്തിന് അധീനനായി തീർന്നു. ദൈവിക കൂട്ടായ്മ അവന് നഷ്ടമായി തീർന്നു. എന്നാൽ ഇപ്രകാരമൊക്കെ സംഭവിക്കും എന്ന് ദൈവത്തിന് മുന്നറിവുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സാത്താൻ മനുഷ്യനെ ഇങ്ങനെ കെണിയിൽ വീഴ്ത്തുമെന്നും മനുഷ്യൻ എന്നേക്കുമായിട്ട് സാത്താൻ്റെ ബന്ധനത്തിൽ അകപ്പെടുമെന്നും ഇങ്ങനെയൊക്കെ തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിക്കുമെന്നുമുള്ളതായ മുന്നറിവ് ദൈവത്തിനുണ്ടായിരുന്നു. ദൈവം സർവജ്ഞാനിയായ ദൈവമാകുന്നു. ദൈവത്തിന് ഒന്നും മറവായിട്ടിരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെയുള്ളതായ സാത്താന്യ ബന്ധനത്തിൽ നിന്ന്, അവൻ്റെ വീഴ്ചയിൽ നിന്ന് ഒരു വിടുതലും മോചനവും ദൈവസന്നിധിയിലേക്ക് ഒരു പുനഃസ്ഥാപനവുമാണ് മനുഷ്യന് ആവശ്യമായി തീർന്നത്. കെണിയിൽ വീണതായ മനുഷ്യന് സ്വയം രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, ഒരു ആട്ടിൻകുട്ടി മുൾപ്പടർപ്പിൽ അകപ്പെട്ടു പോയാൽ അതിന് സ്വയം രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. എന്തെന്നാൽ അത് മുൾപ്പടർപ്പിനുള്ളിലാണ് അകപ്പെട്ടിരിക്കുന്നത്. മുന്നോട്ട് നീങ്ങിയാൽ മുള്ളുകൾ അതിൻ്റെ ശരീരത്തിൽ കൊണ്ടുകയറും, പിന്നിലേക്ക് നീങ്ങിയാലും മുള്ളുകൾ അതിൻ്റെ ശരീരത്തിൽ കൊണ്ടുകയറും, വശങ്ങളിലേക്ക് തിരിഞ്ഞാലും മുള്ളുകൾ അതിൻ്റെ ശരീരത്തിൽ കൊണ്ടുകയറും. അതുകൊണ്ട് അതിന് സ്വയമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്തതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെയും അവസ്ഥ. സാത്താൻ്റെ കെണിയിൽ വീണുപോയതായ മനുഷ്യന് സ്വയം രക്ഷ പ്രാപിക്കുവാൻ കഴിയുകയില്ല. അവന് രക്ഷപ്പെടുവാൻ പുറമേ നിന്ന് മറ്റൊരാളിൻ്റെ സഹായം അവന് ആവശ്യമായി വരുന്നു. ദൈവം സ്നേഹമാണ്. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു. തന്നോടുകൂടെ പാർക്കുവാൻ തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം രൂപത്തിലും ദൈവം സൃഷ്ടിച്ചതായ
മനുഷ്യൻ വീണുപോകുവാനും സാത്താന്റെ കെണിയിൽ എന്നേക്കുമായി കിടക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നില്ല. അവൻ്റെ പാപം പൊറുക്കുവാനും അവൻ്റെ കുറ്റങ്ങൾ ക്ഷമിച്ചു കൊടുത്തുകൊണ്ട് അവനെ നീതീകരിക്കുവാനും തേജസ്സും നിത്യജീവനും നൽകി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പുനഃസ്ഥാപിക്കുവാനും ദൈവത്തിന് മുൻനിശ്ചയമുണ്ടായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ ഹിതവും ആഗ്രഹവും. അതിനായി സാക്ഷാൽ ദൈവപുത്രനായ യേശു കർത്താവിനെ ഈ ഭൂമുഖത്തേക്ക് മനുഷ്യനായി വരുവാൻ ദൈവം നിശ്ചയിക്കുകയും യേശു കർത്താവ് ഈ ഭൂമിയിലെ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് ക്രൂശിക്കപ്പെടുവാനും എന്നാൽ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനും ഉള്ളതായ ശ്രേഷ്ഠമായ ഒരു പദ്ധതിയാണ് ദൈവം തമ്പുരാൻ വിഭാവനം ചെയ്തത്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരും തിരുവെഴുത്തുകൾ ഇത് മുന്നമേ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനങ്ങളിലും ഇത് പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ ക്രൂശീകരണവും വീണ്ടെടുപ്പിൻ വേലയും തിരുവചനത്തിലെ പഴയ നിയമങ്ങളിൽ നാം എവിടെ നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് നാം മനസ്സിലാക്കുന്നു. അവിടെ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാനവരാശിയുടെ രക്ഷയ്ക്ക് ദൈവം സ്വയം ത്യാഗമായി സമർപ്പിക്കുവാൻ നിശ്ചയിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം അതുല്യമാണ്. അതിനോട് തുല്യമായി നിൽക്കുന്ന മറ്റൊന്നുമില്ല. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് തൻ്റെ ജനത്തോട് കരുണ തോന്നുന്നു എന്ന തിരുവചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നു. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമായി പോയവരാണ്. നീതിമാന്മാർ ആരുമില്ല. എല്ലാവരുടെയും തേജസ് നഷ്ടമായി തീർന്നു. അതുകൊണ്ട് തേജസ് നഷ്ടമായതായ മനുഷ്യനെ തേജസ്കരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പുനഃസ്ഥാപിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ മറഞ്ഞിരുന്നതായ ജ്ഞാനം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ഉം 15-ഉം വാക്യങ്ങളിൽ നാം മനസ്സിലാക്കുന്നത് യേശു നിക്കോദോമസിനോട് പറഞ്ഞത്: മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് തന്നെ. മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം എന്നുള്ളതാണ് ദൈവത്തിന്റെ മുൻനിശ്ചയം. അപ്രകാരം മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുകയും ഉയർത്തപ്പെട്ടതായ മനുഷ്യപുത്രനിലേക്ക് നോക്കുന്നവർക്ക്, വിശ്വാസത്തോടുകൂടെ നോക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുകയും ചെയ്യും എന്ന് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നു. യേശു തൻ്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രൻ പാപികളായ മനുഷ്യരുടെ കയ്യിൽ അകപ്പെടുമെന്നും അവർ അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലി പീഡിപ്പിച്ച് കൊല്ലുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് 3 തവണ വ്യക്തമായി യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി. അത് മത്തായി എഴുതിയ സുവിശേഷം 16:21, 19:22, 20:17 എന്നീ വാക്യങ്ങളിലും, മർക്കോസ് 8:31, 9:31, 10:33 മുതൽ 34 വരെ വാക്യങ്ങളിലും, ലൂക്കോസ് 9:22, 9:44, 18:31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു ഇക്കാര്യം പറഞ്ഞപ്പോൾ ഒരിക്കൽ പത്രോസ് യേശുവിനെ ദൂരേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് യേശുവിനോട് പറഞ്ഞത്: കർത്താവേ, നിനക്ക് അങ്ങനെ സംഭവിക്കരുതേ എന്ന് പറയുകയുണ്ടായി. മറ്റൊരിക്കൽ മറുരൂപ മലയിൽ യേശു മോശയും ഏലിയവുമായി സംഭാഷണത്തിൽ ഏർപ്പെടുകയുണ്ടായി. പത്രോസും യോഹന്നാനും യാക്കോവും തൊട്ട സമീപത്ത് ഉണ്ടായിരുന്നു. അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് അത്ഭുതകരമായ തേജസ്സോടെ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് കാണുകയുണ്ടായി. യേശു അവിടെ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം യേശു അവരോട് പറഞ്ഞത്: മനുഷ്യപുത്രൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടത് ആരോടും പറയരുത് എന്നാണ്. ശിഷ്യന്മാർ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ് അന്യോന്യം തർക്കിക്കുന്നതായിട്ട് നമുക്ക് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തിരുവെഴുത്തുകളിൽ യേശുവിനെ കുറിച്ച് സകലതും വ്യക്തമായി തന്നെ മുൻകൂറായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും തിരുവെഴുത്തുകളെ കുറിച്ച് വ്യക്തമായ അവഗാഹം ഉണ്ടായിരുന്നതായ ആളുകൾക്ക് പോലും അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതവർക്ക് മറച്ച് വെച്ചിരുന്നു. യേശു യെരുശലേം ദേവാലയം ശുദ്ധീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹൂദന്മാർ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനോട് ചോദിച്ചത്: നിനക്ക് ഇങ്ങനെ ചെയ്യുവാൻ കഴിയും എന്നുള്ളത് എന്ത് അധികാരമാണ് നിനക്കുള്ളത്? എന്ത് അധികാരത്താൽ നീ ഇത് ചെയ്യുന്നു?
ഇങ്ങനെ ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ട് എന്ന് തെളിയിക്കുന്നതിന് നീ എന്ത് അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരും എന്ന് ചോദിക്കുകയുണ്ടായി. യേശു അവരോട് പറഞ്ഞതായ മറുപടി നമുക്ക് സുപരിചിതമാണ്. ഈ മന്ദിരം നിങ്ങൾ പൊളിപ്പീൻ, 3 ദിനം കൊണ്ട് ഞാനിത് പുതുക്കി പണിയും. അത് കേട്ടവർക്കാർക്കും അതിന്റെ അർത്ഥം ശരിയായി മനസ്സിലായില്ല. അവർ യെരുശലേം ദേവാലയത്തെ കുറിച്ച് പറഞ്ഞു എന്ന് ചിന്തിച്ചു. നാം അത് അങ്ങനെയാണ് തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് തൻ്റെ സ്വന്തം ശരീരം എന്ന മന്ദിരത്തെ പൊളിച്ചാൽ 3 നാൾക്കകം അതിനെ പുതുക്കി പണിയും എന്നാണ്. അതാണ് വ്യക്തമായുള്ള അടയാളം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമുഖത്ത് മരിച്ചാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെടും. അതാണ് മാനവരാശിയുടെ മുമ്പാകെ ദൈവം വെച്ചിരുന്നതായ അടയാളം. എന്നാൽ യേശുവിന്റെ കാലഘട്ടത്തിൽ അത് ആർക്കും മനസ്സിലായില്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അന്നത്തെ തലമുറയിൽ ആരും അത് അറിഞ്ഞില്ല എന്ന്. അപ്പം മുൻപ് കൂട്ടി തന്നെ പ്രവാചകൻ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ യേശുവിന്റെ ജീവിതത്തിൽ, മനുഷ്യപുത്രന്റെ ജീവിതത്തിൽ സംഭവിക്കും. യേശു ജീവിച്ചിരുന്ന കാലത്തെ മനുഷ്യരിൽ ആർക്കും തന്നെ അത് അന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അത് അവർക്ക് മറച്ച് വെക്കപ്പെട്ടിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മനുഷ്യന്റെ അവിശ്വാസത്തിന് പരിഹാരമായിട്ട് വിശ്വാസത്തിലേക്ക് മടങ്ങി വരിക എന്നതല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ദൈവത്തോട് പാപം ചെയ്തത് വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്, ദൈവത്തെ അവിശ്വസിച്ചതുകൊണ്ടാണ്. ദൈവത്തെ അവിശ്വസിച്ചതാണ് പാപം. അതുകൊണ്ട് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ പാപത്തിൽ നിന്ന് വിടുതൽ നേടുവാൻ മാത്രമേ മനുഷ്യന് കഴിയുകയുള്ളൂ. യേശു കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു നിർവഹിക്കുന്നത് കാണുകയും അതേക്കുറിച്ച് കേൾക്കുകയും ഒക്കെ ചെയ്തതായ ജനത്തിന് പോലും യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുകയാണ്. അഥവാ ചിലരൊക്കെ വിശ്വസിച്ചിരുന്നുവെങ്കിൽ യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് അവരൊക്കെയും യേശുവിനെ തള്ളിപ്പറയുന്നതായ ഒരു ചിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ രക്ഷയ്ക്കും പുനഃസ്ഥാപനത്തിനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ തന്നെ ദൈവം മാനദണ്ഡമാക്കി വെച്ചു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടതായ യാഥാർത്ഥ്യം. എന്താണ് നമുക്ക് വിശ്വസിക്കുവാനുള്ളത്? കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമാകുന്നു, അത് നാം വിശ്വസിക്കണം. അവൻ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം ഉണ്ടാക്കുവാനായിട്ട് ഈ ഭൂമുഖത്ത് മനുഷ്യനായി വരികയും മനുഷ്യരുടെ പാപങ്ങളെ ചുമലിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് കാൽവറി ക്രൂശിൽ രക്തം ചീന്തി ജീവയാഗമായി അർപ്പിക്കുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കണം, അത് നാം വിശ്വസിക്കണം. അതുമാത്രമല്ല, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട് അടക്കം ചെയ്യപ്പെട്ട് 3-ാം നാൾ മരണാധികാരിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഉയർത്തെണീറ്റു, സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ഇന്നും യേശു ജീവിക്കുന്നു, അത് നാം വിശ്വസിക്കണം. ഇത് വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും, ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിലും ശരി, ഈ പരമമായ യാഥാർത്ഥ്യം വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനവും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം അവർക്ക് നിത്യജീവൻ ലഭിക്കുവാനും സ്വർഗത്തിൽ എത്തിപ്പെടുവാനും സാധ്യമായി തീരും. പാപമോചനവും രക്ഷയും നീതീകരണവും നിത്യജീവനും ദൈവസന്നിധിയിലേക്കുള്ളതായ പ്രവേശനവും നൽകുവാൻ ദൈവത്തിന് ഈ വിധം മനുഷ്യരോട് കൃപ തോന്നി എന്നതാണ് യാഥാർത്ഥ്യം. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന്. ദൈവത്തെ വിശ്വസിക്കുന്നവർക്കാണ് രക്ഷ ഒരുക്കിയിട്ടുള്ളത്. റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന് അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു എന്ന്. ന്യായപ്രമാണം പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്, അല്ലെങ്കിൽ പൂർണ്ണമായി പ്രവർത്തിക്കുന്നു എന്ന് ധരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ അവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും യേശു ക്രിസ്തുവിൽ വിശ്വാസമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ ന്യായപ്രമാണ പ്രകാരമുള്ളതായ ഒരു നീതിപ്രവൃത്തിയും ചെയ്യാത്ത നിരവധി ആളുകൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. ഇപ്രകാരം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ ഒന്നും ചെയ്യാതെ ജീവിക്കുന്ന അഭക്തന്മാരായ ആളുകൾ അവർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഒറ്റ കാരണത്താൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവരുടെ മേൽ കൃപ കടന്നു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് റോമർ 4:5 പറയുന്നത്, ഒരു നീതിപ്രവൃത്തിയും ചെയ്യാത്തവനെങ്കിലും അഭക്തിയുള്ളതായ മനുഷ്യനെ പോലും നീതീകരിക്കുവാൻ ശക്തനായവനിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസം അവന് നീതിയായി കണക്കിടുന്നു എന്നാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ആ വിശ്വാസം അവന് നീതിയായി കണക്കിട്ടു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു.
നമുക്ക് ക്രൂശിൽ കിടന്നതായ 2 കള്ളന്മാരിൽ ഒരു കള്ളൻ്റെ അവസ്ഥ നമുക്കറിയാം. ജീവിതത്തിൽ ഒരു ന്യായപ്രമാണത്തിൽ പറയുന്ന ഒരു നീതിപ്രവൃത്തിയും അവൻ ചെയ്തിട്ടില്ല. എന്നാൽ യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് കിടന്നതായ സമയത്ത് യേശുവിനോട് യാചിക്കുകയുണ്ടായി. യേശുവിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവൻ പറയുകയാണ്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന്. ആ നിമിഷത്തിൽ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ അവങ്കിലേക്ക് ഒഴുകി അവന് നിത്യജീവൻ ഉണ്ടാകുമെന്ന് കർത്താവ് അരുളി ചെയ്യുകയും ചെയ്തു. നമുക്കത് വ്യക്തമായി അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അവൻ സമ്പൂർണമായിട്ട് വിശ്വസിച്ച് ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. ഈ വർഷം നമ്മുടെ ആപ്തവാക്യം ട്രസ്റ്റ് ആൻഡ് എൻട്രസ്റ്റ് എന്നുള്ളതാണ്. ക്രൂശിൽ കിടന്ന ആ കള്ളൻ യഥാർത്ഥമായും യേശുവിനെ വിശ്വസിക്കുകയും തൻ്റെ ജീവിതത്തെ സമ്പൂർണമായും യേശുവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയുമാണ് ചെയ്തത്. നാം മനസ്സിലാക്കിയിടുന്ന വലിയ ഒരു പാഠമാകുന്നു അത്. നമുക്ക് ക്രൂശിലേക്കൊന്ന് നോക്കാം. യേശു അവിടെ ക്രൂശിക്കപ്പെട്ടു. ക്രൂശിന് ചുറ്റിലും പാപികളായ മനുഷ്യരുടെ വലിയ ഒരു നിരയെ നമുക്ക് കാണാം. യേശുവിനെ ക്രൂശിച്ചത് പാപികളാകുന്നു എന്ന് നമുക്കറിയാം. യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടതും പാപികൾ തന്നെയാണ്. ക്രൂശിന് ചുറ്റിലും പാപികളുടെ വൻ നിര ഉണ്ടായിരുന്നു, വലിയ സംഘമുണ്ടായിരുന്നു. ക്രൂശിന് ചുറ്റിലുമുള്ളതായ കഥാപാത്രങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ചാഞ്ചാടുന്ന നീതിയില്ലാത്ത ജനസമൂഹത്തെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അത്യാർത്തി പിടിച്ച യൂദാസിനെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അസൂയക്കാരായ സ്വജനപക്ഷപാതികളായ മഹാപുരോഹിതന്മാരെ കാണാം. അതുപോലെ തന്നെ കപടഭക്തിക്കാരായ പരീശന്മാരെയും ശാസ്ത്രികളെയും മൂപ്പന്മാരെയും സൂത്രശാലികളെ ഹെരോദാവിനെയും നീതിയെ തള്ളി അനീതിയെ വിധിക്കുന്ന, അനീതിയുടെ ഭാഗത്ത് വിധി പ്രസ്താവിക്കുന്ന പീലാത്തോസിനെയും ക്രൂരത നിറഞ്ഞതായ പടയാളികളെയും നന്മകൾ അനുഭവിച്ചിട്ടും തള്ളിപ്പറയുന്നതായ ജനസമൂഹത്തെ നമുക്ക് ക്രൂശിന് ചുറ്റിലും കാണുവാൻ കഴിയുന്നു. ക്രൂശിൻ്റെ ചുറ്റിലും പാപികളുടെ വലിയ ഒരു നിരയാണ് ഉള്ളത്. അതിന് ചുറ്റിലും പിന്നെയും പാപികളുടെ വലിയ നിരയുണ്ട്. യേശു ക്രൂശിക്കപ്പെട്ട ക്രൂശിന് ചുറ്റിലും കോടാനുകോടി പാപികളായ മനുഷ്യരെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ഈ പാപികളുടെ മധ്യത്തിലേക്കാണ് നീതിമാനായ യേശു കർത്താവിനെ കുറ്റവാളിയെ ചിത്രീകരിച്ച് ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയത്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി തീർന്നു. അത് നമുക്കറിയാം. ക്രൂശിന്മേൽ തൂക്കപ്പെട്ടതായ യേശു മനുഷ്യ ജീവിതങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി തീർന്നു. അതും നമുക്കറിയാം. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം യഹോവ യേശുവിൻ്റെ മേൽ ചുമത്തി. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മേൽ ആയിത്തീർന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ തകർക്കപ്പെട്ടും അപ്രകാരം അവൻ ക്രൂശിക്കപ്പെട്ടും ഈ ലോകത്ത് കാണപ്പെട്ടു. എന്നാൽ യേശു ഉയർത്തെണീറ്റ് ജീവിക്കുന്നു. മനുഷ്യർ യേശുവിനെ ഈ വിധം ക്രൂശിച്ചുവെങ്കിലും മരണാധികാരിക്ക് സാത്താന് യേശുവിനെ തടഞ്ഞു വയ്ക്കുവാൻ, യേശുവിൻ്റെ ജീവനെ തൊടുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. യേശു തൻ്റെ ജീവനെ സ്വയമായി പിതാവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. മനുഷ്യർ യേശുവിനെ ക്രൂശിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ യേശുവിൻ്റെ ജീവനെ തൊടുവാൻ അവർക്കാർക്കും കഴിയുമായിരുന്നില്ല. എന്തെന്നാൽ യേശു ആകുന്നു ജീവൻ. ജീവന്റെ ആധാരം യേശുവാകുന്നു. ജീവന്റെ ഉറവിടം യേശുവാകുന്നു. ആ ജീവനെ തൊടുവാൻ ആർക്കും കഴിയുമായിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനെ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുകയും 3-ാം നാൾ ആ ജീവനെ തിരികെ തന്നിലേക്ക് തന്നെ സ്വീകരിക്കുകയും ചെയ്തു. യേശു ഇപ്രകാരം നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ മരിച്ചിട്ട് ഉയർത്തെണീറ്റ് ജീവിക്കുകയാണ്. നാം രക്ഷ പ്രാപിക്കുവാനായിട്ടാണ് യേശു കർത്താവ് ഈ മഹൽ ത്യാഗം ഇവിടെ അനുഷ്ഠിച്ചത്. നാം നിത്യജീവനുള്ളവരായി തീരുവാൻ ദൈവം മുന്നമേ നിശ്ചയിക്കുകയും നിർണയിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രവൃത്തിയാകുന്നു യേശു ഈ ഭൂമുഖത്ത് നിറവേറ്റിയത്. അവൻ്റെ കൃപ സമൃദ്ധമായിട്ട് ഒഴുകുന്ന ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൃപ സമൃദ്ധമായി ഒഴുകുകയാണ്. വിശ്വസിക്കുമെങ്കിൽ ആ കൃപ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരും, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരും. നമുക്ക് അതിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും കഴിയും. യേശു പറഞ്ഞു,
മത്തായി 6:26 നാം വായിക്കുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും അവൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? അല്ല, തൻ്റെ ജീവനെ വീണ്ടുകൊള്ളുവാൻ മനുഷ്യൻ എന്ത് മറുവില കൊടുക്കുമെന്ന്. ഈ ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും, ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെയും, ഈ ലോകത്തിൻ്റെ മോടികളെയും എല്ലാം അനുഭവിച്ച് ആർജിച്ച് സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ജീവനെ നഷ്ടമാക്കി കളഞ്ഞാൽ അതുകൊണ്ട് അവൻ എന്ത് പ്രയോജനം? അവൻ സമ്പാദിച്ചത് കൊണ്ട് എന്ത് പ്രയോജനം? നഷ്ടമായി പോയ ജീവനെ വീണ്ടെടുക്കുവാൻ അവൻ എന്ത് കൊടുക്കുവാൻ കഴിയും മറുവിലയായിട്ട്? അതാണ് കർത്താവിൻ്റെ ചോദ്യം. നാം മനസ്സിലാക്കുക, ഒരു തുലാസിന് 2 തട്ടുണ്ട്. അതിൽ ഒരു തട്ടിൽ നിത്യജീവനെ വയ്ക്കുക, മറ്റേ തട്ടിൽ ഈ ലോകത്ത് ആർജിച്ചതായ സകല സമ്പത്തും വയ്ക്കുക. വേണമെങ്കിൽ ഈ ലോകം മുഴുവനെ തന്നെയും ആ തട്ടിൽ വയ്ക്കുക. എന്നാലും നിത്യജീവൻ താണു തന്നെയിരിക്കും. നമുക്ക് നിത്യജീവനെ നേടുവാൻ ഒന്നും മറുവിലയായിട്ട് കൊടുക്കുവാൻ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ലോകത്തിൻ്റെ എന്തെല്ലാം കൊടുത്താലും ജീവനെ പിടിച്ചു കിട്ടുവാൻ കഴിയുകയില്ല, ജീവനെ തിരികെ കിട്ടുവാൻ കഴിയുകയില്ല. നമുക്ക് എന്നേക്കുമായിട്ട് ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം ഓരോരുത്തരും അങ്ങനെ ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിലെ ജീവിതം നശ്വരമാണ്. അനശ്വരമായ ജീവിതം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ നശ്വരമായ ലോകം മുഴുവനും വെച്ചു കൊടുത്താലും അത് തിരികെ കിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. യേശു നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുക്കിത്തരുന്നതായ കൃപ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, യേശുവിൽ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ നമുക്ക് നിലനിൽക്കുവാൻ കഴിയുമെങ്കിൽ ആ നിത്യജീവൻ നമുക്ക് ലഭിക്കുവാൻ കാരണമായി തീരും. അതാണ് യേശു കർത്താവ് ചോദിക്കുന്നത്. യേശുവിനെ ദൈവം ക്രൂശിൽ ഉയർത്തി നിർത്തി. നാം ഉയർത്തപ്പെട്ടവനായ ക്രിസ്തുയേശുവിലേക്ക് നോക്കുകയാണെങ്കിൽ, വിശ്വാസത്തോടുകൂടെ നോക്കുകയാണെങ്കിൽ, നമ്മുടെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്കായി യാചിക്കുകയാണെങ്കിൽ അവൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കൃപമേൽ കൃപ പകർന്നു തരുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധ്യമായി തീരും. യേശുവിൻ്റെ രക്തത്താൽ നമുക്ക് ജീവനെ, നിത്യജീവനെ പ്രാപിക്കുവാൻ കഴിയും. നമ്മുടെ ആപ്തവാക്യം പോലെ തന്നെ ട്രസ്റ്റ് ആൻഡ് എൻട്രസ്റ്റ് എന്ന് പറയുന്നത് പോലെ തന്നെ വിശ്വസിച്ച് നമ്മുടെ ജീവിതങ്ങളെ യേശുവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിക്കാം. അവൻ്റെ മുമ്പാകെ ക്രൂശിൻ്റെ ചുവട്ടിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു മുട്ടുകുത്താം. ഈ ദുഃഖവാരത്തിൽ നമുക്ക് നമ്മെ ക്രൂശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ, നമുക്കത് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുവേ, അവിടെ നീ ഭൂമുഖത്ത് ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനായി വന്ന് ഞങ്ങളുടെ പാപങ്ങളെ അവിടുത്തെ ചുമലിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് പാപികളായ ഞങ്ങളെ രക്ഷിപ്പാൻ ജീവയാഗമായി തീർന്ന ആ മഹൽ ത്യാഗത്തെ ഓർത്ത് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ രക്ഷ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്കുള്ള ഞങ്ങളുടെ പുനഃസ്ഥാപനം, അതിനുവേണ്ടിയാകുന്നുവല്ലോ അങ്ങ് ഈ ജീവയാഗമായി അർപ്പിക്കപ്പെട്ടത്. കർത്താവെ, ഈ സന്ദേശം കേട്ടുകൊണ്ട് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്ന, ഉയർത്തപ്പെട്ടവനെ ക്രിസ്തുയേശുവിലേക്ക് നോക്കുന്ന, ജീവിതങ്ങളിലെ തെറ്റുകൾ, കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് സമർപ്പിക്കുന്ന എല്ലാവരെയും ദൈവമേ അവിടെ നിന്ന് സ്പർശിക്കുമാറാകണമേ. അവരുടെ ജീവിതങ്ങളിൽ ദൈവമേ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണമേ, കൃപ ഒഴുകുമാറാകണമേ. കർത്താവെ, പാപം പൊറുത്തവരായി, പാപം പൊറുക്കപ്പെട്ടവരായി, യേശുവിൻ്റെ രക്തത്താൽ നന്നായി കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യജീവൻ്റെ അവകാശികളോട് ചേർക്കപ്പെടുവാൻ തക്കവണ്ണം അവരെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ.